ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ 4-ാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. രണ്ട് സംഭവങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഒന്ന്, 12 വർഷമായിട്ട് രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് യേശുവിന്റെ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിച്ച് സൗഖ്യം പ്രാപിക്കുന്നു. 2, 12 വയസ്സുള്ളൊരു പെൺകുട്ടി മരണപ്പെട്ടു, അവളെ യേശു ഉയർപ്പിക്കുന്നു. ഈ രണ്ട് സംഭവങ്ങളാണ് വായിക്കുന്നത്. നമുക്ക് ഈ വിടദിവസം ഒരു സംഭവത്തിലേക്ക് കിടക്കാം. ഈ 12 വർഷമായിട്ട് രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീയുടെ ഈ വിശ്വാസം വളരെ വലുതായിരുന്നു. അവളുടെ വിശ്വാസത്തിന്റെ ബലം കൊണ്ട് കർത്താവിൽ നിന്നും, കർത്താവ് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ പിടിച്ചു പറയുന്ന പറയാം, കർത്താവ് അറിയാതെ അങ്ങനെ ആയതുകൊണ്ട് മോഷ്ടിച്ചു എന്ന് പറയാം. കർത്താവിൽ നിന്നും സൗഖ്യവും അനുഗ്രഹവും കൃപയും ഒക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയൊരു സ്ത്രീ, ഒരാളറിയാതെ അയാളുടെ സാധനം എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ മോഷണം എന്ന് വിളിക്കും. ഈശോ അറിയാതെ ഈശോയുടെ പിന്നിലൂടെ വന്ന് അനുഗ്രഹം എടുത്തുകൊണ്ട് പോയി. കഴിയുമ്പോഴാണ് ഈശോ അറിയുന്നത്, ഇതാരാ എന്നെ തൊട്ടത്, ആരാ എന്നെ തൊട്ടെന്ന് ഈശോ ചോദിക്കുന്നത്. അപ്പൊ അത് വളരെ വിശ്വാസത്തിന്റെ ശക്തിയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ഇത് വിവരിക്കാൻ സുവിശേഷൻ ആ വരി എഴുതുന്നത് ഇങ്ങനെയാണ്: ജനക്കൂട്ടത്തിൽ അവന്റെ പിന്നിലൂടെ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. അവന്റെ വസ്ത്രത്തിൽ നിന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്നവൾ വിചാരിച്ചു. അങ്ങനെ എഴുതിക്കുക, വിചാരിച്ചു. അവൾ ഏറ്റുപറഞ്ഞു എന്നല്ല. നമ്മൾ എപ്പോഴും വിശ്വാസത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യം, വിശ്വാസം നമ്മൾ ജീവിച്ച് കാണിക്കണം, വിശ്വാസം പ്രഘോഷിക്കണം, വിശ്വാസം പ്രഖ്യാപിക്കണം, ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ വിചാരത്തിലുള്ള വിശ്വാസം, നമ്മൾ വിചാരത്തിലുള്ള പാപം എന്നൊക്കെ പറയാറുണ്ട്. വാക്കാലും പ്രവർത്തിയാലും വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷിക്കുന്ന വിചാരമാണ് അതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. വിചാരത്തിലുള്ള പാപങ്ങൾ വാക്കായി മാറുന്നു, വാക്ക് പിന്നെ കയ്യാങ്കളിയായി മാറുന്നു, പിന്നെ അവനെ ഉപേക്ഷിച്ച് കളയുന്നൊരു പാപമായി. അങ്ങനെ ഒരു ഡെവലപ്മെന്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. വിചാരം വാക്കായും, വാക്ക് പ്രവൃത്തിയായും, പ്രവൃത്തി ഉപേക്ഷയായിട്ടും ഒക്കെ മാറുന്നൊരു അങ്ങനെ ആ ഒരു ഫോർമാറ്റിലാണ്, ആ ഒരു ക്രമത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. നമ്മൾ ആ പാപങ്ങളെ കുറിച്ച് പറയുന്നത്. ഇതുപോലെ തന്നെ വിചാരത്തിലുള്ള വിശ്വാസം, അതാണ് നമ്മളിവിടെ ഈ സ്ത്രീയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇവളുടെ വിശ്വാസത്തിന്റെ ശക്തി വളരെ വലുതായിരുന്നു എന്ന് പറയുമ്പോഴും ആ വിശ്വാസത്തിന്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ അവൾ നിൽക്കുക. വിചാരത്തിൽ ഉള്ള വിശ്വാസത്തിലാണ് അവൾ ഈ സൗഖ്യം പ്രാപിക്കുന്നത്. ഈ വിചാരത്തിലാണ് ആദ്യം വിശ്വാസം ഉണ്ടാവേണ്ടത്. നമുക്ക് വാക്കിന് വിശ്വാസം ഉണ്ടാവും, വാക്കിന് വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല. വിചാരത്തിൽ വിശ്വാസം തുടങ്ങണം, അത് വാക്കിൽ പ്രതിഫലിക്കണം. ആ വാക്കിൽ പ്രതിഫലിച്ച് നിൽക്കുന്നത് പ്രവൃത്തിയിൽ കാണിക്കാൻ പറ്റണം. അപ്പം നമ്മുടെ സ്നേഹ പറയുന്നുണ്ടല്ലോ, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം ചത്ത വിശ്വാസമാണ്, നിർജീവമാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്. അപ്പോൾ പ്രവർത്തിച്ചും കാണിക്കണം. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ, ഇപ്പം നല്ല ഉപേക്ഷിക്കാതെയുള്ള വിശ്വാസ പ്രഖ്യാപനം, അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ വിശ്വാസം തുടങ്ങേണ്ടത് വിചാരത്തിലാണ്. അതാണ് ഈ അത്ഭുതത്തിന്റെ വലിയൊരു പ്രത്യേകത. അവളുടെ വിശ്വാസത്തിന്റെ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ വിചാരത്തിൽ അല്ലെങ്കിൽ ഉള്ളിൽ അവളുടെ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് അതിന്റെ ബേസിക് ആയിട്ട് നമ്മൾ കാണുന്നത്. ആ വിചാരത്തിലുള്ള വിശ്വാസം പിന്നീട് വാക്കായി മാറുന്നുണ്ട്. ഇങ്ങനെ വായിക്കുന്നതാണ്: തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു, അവൾ വിചാരിച്ചു എന്ന് പറയുന്ന വാക്ക് പറയുന്നതിനാണ്. അവളുടെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചു. തൊട്ടടുത്ത വരി പറയുന്നതാണ്: തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. വിചാരിച്ചപ്പോൾ അവൾ തൊട്ടു, ആ വിചാരത്തോട് അവൾ തൊട്ടപ്പോൾ സൗഖ്യം കിട്ടിക്കഴിഞ്ഞു. യേശു ആകട്ടെ തന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടു എന്നറിഞ്ഞു. സൗഖ്യം എന്നിൽ നിന്നും ആരോ അനുഗ്രഹം എടുത്തോണ്ട് പോയി എന്ന് ഈശോയ്ക്ക് മനസ്സിലായി. അതിന് ഈശോ തിരിഞ്ഞു ചോദിക്കുന്നത്, പെട്ടെന്ന് ഈശോ തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ്, ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത് എന്ന് ഈശോ ചോദിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കാം. ആ സ്ത്രീ തനിക്ക് സംഭവിച്ചതൊക്കെ അറിഞ്ഞ് ഭയന്ന് വിറച്ച് അവനിൽ കാൽക്കൽ വീണ് സത്യം തുറന്നു പറഞ്ഞു. അതാണ് പിന്നീട് പ്രഘോഷണമായി മാറുന്നത്. വിചാരത്തിലുള്ള വിശ്വാസം ഏറ്റുപറച്ചിലായി മാറുന്നു. പക്ഷെ വിചാരിച്ചപ്പോൾ തന്നെ അവൾക്ക് അനുഗ്രഹം കിട്ടി എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. പിന്നെ അവൾ ആ വിശ്വാസം ഏറ്റുപറയുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പം നിന്റെ വിശ്വാസത്തെ നിരീക്ഷിക്കുക, സമാധാനത്തിൽ പോവുക, വ്യാധിയിൽ നിന്ന് വിമുക്തരായിരിക്കുക. അപ്പൊ ഇത് പിന്നീട് അവള് യേശുവിന്റെ ഒരു ശിഷ്യയായി മാറിയിട്ടുണ്ടാവാം. അവളുടെ പ്രവൃത്തിയിലൂടെ അവള് ആ വിശ്വാസം പ്രഘോഷിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു സുവിശേഷ ഭാഗം നമ്മൾ ഉള്ളിൽ സൂക്ഷിക്കേണ്ടത് ഈ ഒരു വളരെ മനോഹരമായ ചിന്തയാണിത്. വിചാരത്തിലുള്ള വിശ്വാസം,
വിചാരത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച്, വിചാരത്തിലുള്ള വിശ്വാസം നമുക്ക് എത്രത്തോളം ഉണ്ടെന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ആത്മശോധന ചെയ്ത് നോക്കാം. വെറുതെ ഇങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലുകയും ഞാൻ വിശ്വസിക്കുന്നു എന്ന് വിളിച്ചു പറയുകയും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അതിന് മുമ്പും ശേഷമുള്ള കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ഒന്നാമത് എൻ്റെ ഉള്ളിൽ വിചാരത്തിന് അവിശ്വാസം ഉണ്ടോ? രണ്ട്, ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിശ്വാസം ഞാൻ പ്രവർത്തിക്കുന്നുണ്ടോ? പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജ്ജീവമാണെന്നുള്ള വേദ വാക്യം നമുക്ക് ഓർക്കാം. നമുക്ക് അങ്ങനെ വിശ്വാസത്തിൻ്റെ ഈ 3 തലങ്ങളെയും നമുക്ക് ബലപ്പെടുത്താൻ ശ്രമിക്കാം. വിചാരത്തിൽ വിശ്വാസം ഉണ്ടാവണം, വാക്കിൽ നമുക്ക് ഓൾറെഡി ഉണ്ട്, വാക്കിൽ നമുക്ക് ഇപ്പോഴും ഉണ്ടാവും, പക്ഷെ വിചാരത്തിലുണ്ടാവണം, പ്രവൃത്തിയിലും ഉണ്ടാവണം. അങ്ങനെ വിശ്വാസത്തിൻ്റെ 3 തലങ്ങളിലും ബലം പ്രാപിക്കുന്നവരെ ഉള്ള കൃപയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.